ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 51-5 വാക്യം ഒന്ന് വായിച്ചേ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇതാ ഞാൻ അകൃത്യത്തിൽ ജനിച്ചു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കൃത്യമായിട്ട് എഴുതി വെച്ചോണം. നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെറുതല്ലാത്തൊരു വലിയ പ്രശ്നമുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ അകൃത്യത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. അകൃത്യത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ജനിച്ച ആളല്ല. യേശു കൃത്യമായിട്ട് ജനിച്ച ആളാണ്. ആദത്തിനെ ദൈവം കൃത്യമായിട്ട് ജനിപ്പിച്ചതാണ്. അതെല്ലാം കൃത്യ പ്ലാനിങ് ആയിരുന്നു. ഹൗവയുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും അങ്ങനെയല്ല. മാതാപിതാക്കളുടെ ലൈംഗിക വികാരത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ തന്നെ സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അതിനെയാണ് പറയുന്നത്, ഈ കൃത്യതയില്ലായ്മയാണ് അകൃത്യം എന്ന് എഴുതിയേക്കുന്നത്. നമുക്ക് ഈ പാണ്ഡിത്യം അങ്ങോട്ട് കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ വാക്യം അകൃത്യം എന്നത് നോക്കുമ്പോൾ പാപത്തിൽ അങ്ങനെ ഇങ്ങനെ അത്രയൊന്നുമല്ല. ഒരു കൃത്യതയില്ലാതെയുള്ള ജനനമാണ് അകൃത്യം എന്ന് എഴുതിയേക്കുന്നത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കൃത്യമില്ലാതെ, ഒരു ഊഹമില്ലാതെ, എന്നതാണെന്നറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു സകലമല്ലാത്ത പ്രശ്നം നമുക്കുണ്ട്. ഇനി ഈ വിശ്വാസികളുടെ ഇടയിൽ പറയാൻ പാടില്ലാത്ത എന്നാൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പറയുമ്പോൾ മാത്രമാണ് വിശ്വാസിക്ക് പ്രശ്നം. ഉദാഹരണം, തന്തയെന്ന് പറയാൻ പാടില്ല. ചിലരുടെ തപ്പനെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ ഡാഡിയെന്നും പപ്പയെന്നും ഒക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ദൈവത്തെ നീയെന്നും അവനെന്നും ഒക്കെ വിളിക്കാം. പക്ഷേ ശുശ്രൂഷകനെ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റുകയില്ല. ശുശ്രൂഷകനെ പാസ്റ്ററെ, സെൻട്രൽ പാസ്റ്ററെ, പ്രസിഡൻറ്റ്, ഇപ്പോൾ ഈയിടെയൊക്കെ പ്രസിഡൻറ്റും ഓവർസിയറും ഒക്കെ ആയി വന്നു അങ്ങനെയൊക്കെ ആയി. ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ഭാഷകൾക്ക്, പല വാക്കുകൾക്കും പല അർത്ഥങ്ങളുണ്ട്. ചിലയിടത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഈ പത്തനംതിട്ട സൈഡിലൊന്നും തോന്നിവാസം എന്നുള്ള വാക്ക് ഭയങ്കര തെറ്റായൊരു വാക്കാണ്. എന്നാൽ കോട്ടയം ജില്ല, എറണാകുളം ജില്ലയിലൊന്നും തോന്നിവാസം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ വാക്കൊന്നുമല്ല. അത് കോമൺ ആയിട്ട് അവർ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലൊക്കെ ഊമ്പിക്കുക എന്ന് പറഞ്ഞാൽ കളിപ്പിക്കുക എന്നാണ്. അല്ലാതെ അതിനകത്ത് വാക്കിനൊന്നും വ്യത്യാസമില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഊമ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ തെറ്റാണ്. തൊന്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വലിയൊരു വിഷയമാണ്. കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ, കേരളത്തിൽ ചില ഭാഷകളിൽ ഇതൊരു വിഷയമേ അല്ല. പോക്കൃത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ കുസൃതി എന്നർത്ഥം. ഒരു മനുഷ്യൻ പറഞ്ഞു എൻ്റെ കൊച്ചുമോൻ ഗജ പോക്രി എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്നു ഒരു 3 വയസ്സുള്ള കൊച്ച. ഞാൻ ചോദിച്ചു, ഇതാണോ സാറേ ഗജ പോക്രി? അതെ. എന്നാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? അവൻ ഭയങ്കര കുസൃതിയാന്ന് പറഞ്ഞു. അതേസമയത്ത് കോട്ടയം ജില്ലയിലൊക്കെ ഗജ പോക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ പെണ്ണുപിടിയനും കള്ളുപിടിയനും കൊള്ളുകലാത്തവനും ഗജ പോക്രി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ പോകുമ്പോൾ ഭാഷകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട് ബൈബിളിൻ്റെ ഭാഷയുമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ആ ഭാഷകളിൽ വരുന്ന ആ ഓരോ ഏരിയകളിൽ ജീവിക്കുന്നവർ ആ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും ഭാഷാ വിഷയങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഈ നാട്ടിലെ ഒരു ഭാഷയുടെ രീതിയാണ് എന്ന് കണക്കൂട്ടി നിങ്ങൾ ക്ഷമിക്കണമെന്ന് അഡ്വാൻസായി പറയട്ടെ. ഇതിനകത്ത് യേശു തന്നിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. തന്നിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരോട് ഒന്ന് വായിച്ച യോഹന്നാൻ 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. തമിഴ് ബൈബിളിൽ പിശാച് എന്ന തന്തയുടെ മക്കളെന്ന് എഴുതിയേക്കുന്നത്. ഇനി തന്തയെന്നും പിതാവെന്നൊന്നും പറയേണ്ട, പിശാച് എന്ന ഡാഡിയുടെ മക്കളാണെന്ന് പറഞ്ഞു. പിശാച് എന്ന ഡാഡിയുടെ മക്കൾ. നമുക്ക് പെന്തക്കോസ്തുകാർക്ക് പലതും പറയാൻ മേല, ചെയ്യാനേ പറ്റുള്ളൂ. ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല, പറയുന്നതിനാണ് നമ്മളിലെല്ലാം പ്രശ്നം. അപ്പോൾ അകൃത്യത്തിലും പാപത്തിലുമായിരുന്ന അമ്മ പ്രസവിച്ച മക്കളിലെല്ലാം യേശുവിനെ ഒഴിച്ച് ഒരു ദുരാത്മാവ് കടന്നുകൂടിയിട്ടുണ്ട്. ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്ന ദിവസം വരെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ദിവസം വരെ ഈ വ്യക്തിയിൽ ഈ ദുരാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, ആധിപത്യം ഈ ദുരാത്മാവിനുമായിരിക്കും. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദുരാത്മാവ് പുറത്തിയാടും. ഇതിനുവേണ്ടി വിശ്വസിച്ച് സ്നാനം വെക്കണമെന്ന് പറയുന്നത്. ഇത് പറയുന്ന കുട്ടപ്പൻ പാസ്റ്റർ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു. കുട്ടപ്പൻ പാസ്റ്റർ പ്രാർത്ഥിച്ചു, എൻ്റെ വയറ്റുവേദന മാറി, ഞാൻ സ്നാനപ്പെട്ടു. ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ കുട്ടപ്പൻ പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു വനത്തിനകത്ത് ഒരു ആദിവാസി സഭയുടെ അവിടുത്തെ ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒത്തിരി വിശ്വാസികളുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു പോയിപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒത്തിരി വിശ്വാസികളുണ്ടായിരുന്നു. അദ്ദേഹം വയറുവേദനയ്ക്ക് പ്രാർത്ഥിച്ചവനൊക്കെ അവിടെ സ്നാനപ്പെട്ടു.
അതുകൊണ്ടാണ് ഈ കുട്ടം പാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസിച്ച് സ്നാനപ്പെട്ടവരാണെങ്കിൽ അവർ യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ഓടിക്കും. ഇത് പ്രസംഗിക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്, വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. വെളിച്ചം ഒരുത്തൻ്റെ ഉള്ളിൽ വന്നാൽ ഇരുൾ അതിനെ കീഴടക്കത്തില്ല. അങ്ങനെ വരുമ്പം വ്യക്തികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, പള്ളികളിൽ നിന്ന്, സഭകളിൽ നിന്നൊക്കെ സാത്താൻ പോകും. ഈ വെളിച്ചം വന്നില്ലേ പോവില്ല. ഈ ലൂക്ക 13-ാം അധ്യായത്തിൽ ഈ കൂനിയായ സ്ത്രീയുടെ സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ദുരാത്മാവ് മൂലം 18 വർഷമായിട്ട് കൂനിയായിരിക്കുമായിരുന്നു. ലൂക്ക 13:11 പറയുന്നത്, ദുരാത്മാവ് വാദിച്ചത് മൂലം 18 വർഷമായി ഒട്ടും നുവരുവാൻ കഴിയാതിരുന്ന കൂനിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. 14-ാം വാക്യത്തിൽ പറയുന്നത്, യേശു സൗഖ്യപ്പെടുത്തിയത് പള്ളിയിലെ പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ്, അല്ലെ പള്ളിയിലെ പ്രമാണിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് വിഷയം. ശുശ്രൂഷ ചെയ്യാൻ ശേഷിയുള്ള ഒരുത്തൻ സഭയ്ക്കകത്ത് വന്നാൽ അവനെ എങ്ങനെ അടിച്ച് പുറത്താക്കാമെന്നുള്ളതാണ് പള്ളിപ്രമാണിമാരുടെ ചിന്ത. പള്ളിപ്രമാണിമാരെ സംബന്ധിച്ച് അവർ പറഞ്ഞു, വേല ചെയ്യാൻ 6 ദിവസം. അയാൾ തന്നെ പറഞ്ഞു, വേല ചെയ്യാൻ 6 ദിവസം ഉണ്ടല്ലോ. ഈ സൗഖ്യമാക്കുന്നത് വേലയായിട്ട് അയാൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പല ശുശ്രൂഷകരും ഈ സൗഖ്യമാക്കുന്നതിനെ വേലയായിട്ടാണ് കാണുന്നത്. വേല എന്ന് പറഞ്ഞാൽ എന്നാ? കൂലി കിട്ടുന്ന പരിപാടി. അതായത് ശുശ്രൂഷകന് കൂലി വേണം. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു, സൗഖ്യപ്പെട്ടു, പിന്നെ ഇവൻ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യുക. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം അതങ്ങ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ദൈവം ചെയ്തോട്ടെ, സൗജന്യമായി കിട്ടി, സൗജന്യമായി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പള്ളിപ്രമാണി പറഞ്ഞതിന് ആളുകളില്ലാത്ത ദിവസം, ഞായറാഴ്ച വെള്ളിയാഴ്ച കേരളത്തിലെ സഭകളിൽ ആളുള്ളൂ. ചിലയിടത്തൊക്കെ ബുധനാഴ്ച വൈകിട്ടും വ്യാഴാഴ്ച വൈകിട്ടും ഒക്കെ ഉണ്ട്. അപൂർവം ചിലയിടത്ത്, അങ്ങനെയുള്ളിടത്ത് വെള്ളിയാഴ്ച ഇല്ല. ബാക്കി ദിവസമല്ല, ഇവൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ ഈ കൂനിയായ സ്ത്രീയും വന്നോണം, ശുശ്രൂഷകനും വന്നോണം, സൗഖ്യപ്പെടുത്തിക്കോണം. നടക്കുകയല്ലെന്നല്ലേ അർത്ഥം. ഇത് സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ ഈ 18 വർഷമായിട്ട് നടക്കാത്ത കാര്യം വേറൊരുത്തം വന്ന് ചെയ്യരുത്. സംഘടനാ സംവിധാനങ്ങളിൽ ഈ 3 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഇറങ്ങിയിട്ടൊന്നും നടക്കുന്നില്ല, വേറൊരുത്തം വന്നൊന്നും നടക്കരുത്. എനിക്ക് എൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കൊള്ളരുതാത്തവന്മാരെ യേശു വിളിച്ച പേരാ കപടഭക്തിക്കാരൻ. അത് ശുശ്രൂഷകനാണെങ്കിലും വിളിച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവൻ്റെ കാളയുടെയും കഴുതയുടെയും പരിഗണന പോലും ഈ വിശ്വാസിക്ക് കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അകൃത്യത്തിൽ ജനിച്ച മനുഷ്യൻ, നമ്മൾ സങ്കീർത്തനം 51:5 വായിച്ചത് അകൃത്യത്തിൽ ജനിച്ചവനാണ്. ഈ അകൃത്യത്തിൽ, അതായത് കൃത്യതയില്ലാതെ ജനിച്ച മനുഷ്യൻ വചനം ഗ്രഹിച്ച് അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നില്ലെങ്കിൽ, സ്നാനപ്പെട്ടവനാണെങ്കിലും ശുശ്രൂഷകനാണെങ്കിലും ദൈവം അവനെ വിളിക്കുന്ന പേരാണ് കപടഭക്തിക്കാരൻ. ഇപ്പോൾ സങ്കടം എന്നാന്ന് ചോദിച്ചാൽ, നിർഭാഗ്യവശാൽ ഈ കപടഭക്തിക്കാർ കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം സഭകളിലും പ്രസംഗ തൊഴിലാളികളായും പ്രവചന തൊഴിലാളികളായും ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് വിശ്വാസികളുടെ അവസ്ഥ വളരെ ദയനീയമായി മാറി. വിശ്വാസികൾക്കാണ് ഇതൊട്ട് തിരിച്ചറിയാൻ മേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ധരിച്ചിരിക്കുന്ന മതത്തിൽ ഞങ്ങൾക്ക് പുരോഹിതന്മാരുണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾക്ക് പാസ്റ്റർമാരുണ്ട്, ഞങ്ങൾ പ്രാർത്ഥന, അവിടെ ഞങ്ങൾ മതാചാരങ്ങൾ കൂടും, ഇവിടെ ഞങ്ങൾ പ്രാർത്ഥനകൾ കൂടും. അപ്പോൾ അവസാനം ആശീർവാദം പറയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും. ഫലത്തിൽ ഇതെന്താ എങ്ങനെയാണെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ ശ്രവിക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ നേരത്തെ മതത്തിലായിരുന്നപ്പോൾ ഇവരവിടെ ചെന്ന് മതപുരോഹിതന്മാർ ചെയ്യുന്ന ആചാരങ്ങൾ കൂടിപ്പോന്നുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവസഭയിൽ വന്ന ശേഷം ഇവർ അതുപോലെയൊക്കെ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നില്ല എന്ന ബോധ്യം പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുത്തനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ദൈവം തുറക്കണമേ. കർത്താവേ, ഏതൊരു വിശ്വാസിയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ആത്മാവിൽ വളർന്ന് വചനത്തിൽ വളർന്ന് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാകേണ്ടതിന് ദൈവം അവനെ ഒരുക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവസന്നിധിയിലേക്ക് സകലതും ഏൽപ്പിക്കുന്നു. ഉള്ളങ്ങൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഇരുട്ടിൻ്റെ ആധിപത്യ ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അടിയനെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ വ്യാപരിക്കുന്ന പൈശാചിക കെട്ടുകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കലങ്ങി ഇളകി മറിയുന്ന കടലിൽ പോയി ചേരട്ടെ എന്ന് കൽപ്പിക്കുന്നു. വ്യക്തികൾ വെളിച്ചം പ്രാപിക്കട്ടെ, വെളിവ് പ്രാപിക്കട്ടെ, സത്യവചനത്തിൻ്റെ വ്യവസ്ഥ ജീവിപ്പാനിടയാകട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.